ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വസുദേവന്റെ പിതാവായ ശൂരന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനായിരുന്നു കുന്തിഭോജൻ. ഒരിക്കൽ കുന്തിഭോജനും ശൂരനും തമ്മിൽ സംസാരിക്കുമ്പോൾ മക്കളില്ലാത്തതിനാൽ കുന്തിഭോജൻ വളരെ ദുഃഖിതനായി കണ്ടു. ഇത് കണ്ട ശൂരൻ തനിക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞിനെ കുന്തിഭോജന് നൽകാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ശൂരനു ജനിച്ച പൃഥ എന്ന മകളെ കുന്തിഭോജന് നൽകി. അങ്ങനെ പൃഥ കുന്തിഭോജന്റെ മകളായി കുന്തി എന്ന പേരിൽ വളർന്നുവന്നു. കുന്തിഭോജൻ മകളെ ബ്രാഹ്മണരെ പൂജിക്കുവാൻ നിയോഗിച്ചു. ഒരു ദിവസം ദുർവാസാവ് മഹർഷി കുന്തിഭോജന്റെ രാജകൊട്ടാരത്തിൽ എത്തി. കുന്തി ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ആ സന്യാസിയെ സന്തോഷത്തോടെ ശുശ്രൂഷിച്ചു. കുന്തിയിൽ പ്രസാദിച്ച സന്യാസി കുന്തിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ജപിച്ചു ഏത് ദേവനെ ആവാഹിക്കുന്നുവോ ആ ദേവന്റെ അനുഗ്രഹത്താൽ നിനക്ക് പുത്രനുണ്ടാകും. കുന്തി ആദരവോടെ സന്യാസിയുടെ പക്കൽ നിന്നും മന്ത്രം പഠിച്ചു. കൗതുകം കൊണ്ടും പക്വത ഇല്ലായ്മ കൊണ്ടും അവൾ മന്ത്രം ജപിച്ച് സൂര്യദേവനെ ആവാഹിക്കുന്നു. സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് കുന്തി അത്ഭുതപ്പെട്ടു. സൂര്യദേവൻ പറഞ്ഞു, സുന്ദരി, ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാലും. കുന്തി പറഞ്ഞു, ഭഗവാനെ, ഒരു സന്യാസി ഒരു മന്ത്രവും ഒരു വരവും എനിക്ക് തന്നു. പ്രഭോ, അതൊന്നു പരീക്ഷിക്കുവാൻ ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങയെ സ്മരിച്ചതാണ്. അങ്ങ് എന്നിൽ പ്രസാദിച്ചു. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേട്ട് സൂര്യൻ പറഞ്ഞു, ദുർവാസാവ് മഹർഷി വരം നൽകിയ വിവരം ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, എന്നോട് കൂടി സംഗമിക്കുക. കുന്തി ബന്ധുജനങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നത് കണ്ട് സൂര്യദേവൻ പറഞ്ഞു, നമ്മുടെ സംഗമത്തിൽ സർവ്വ അസ്ത്രങ്ങളിലും അറിവുള്ള ഒരു കുട്ടി ജനിക്കും. അവൻ ജനിക്കുമ്പോൾ തന്നെ കവച കുണ്ടലങ്ങളോടെയാകും ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചാലും നീ കന്യകയായി തന്നെ ഇരിക്കും. ഇത് പറഞ്ഞു കുന്തിയെ ആലിംഗനം ചെയ്തു സൂര്യഭഗവാൻ അപ്രത്യക്ഷമായി. കുഞ്ഞ് ജനിച്ചതു കണ്ട് കുന്തി ദുഃഖിതയായി. ബന്ധുജനങ്ങളോടുള്ള ഭയം മൂലം കുട്ടി ജനിച്ചത് ആരും അറിയാതെ മറച്ചുവെച്ചു. ബലവാനായ ആ കുട്ടിയെ വെള്ളത്തിൽ ഒഴുക്കിവിട്ടു. വെള്ളത്തിൽ ഒഴുകിവരുന്ന കുട്ടിയെ ഒരു സൂതൻ കണ്ടെടുത്തു. അവൻ അവന്റെ ഭാര്യയായ രാധക്കു നൽകി. കവചകുണ്ടലങ്ങളുള്ള ആ കുഞ്ഞിനെ അവർ അത്ഭുതത്തോടെ എടുത്തു വളർത്തി. കവചകുണ്ടലങ്ങളോടെ ജനിച്ച അവനെ വസുഷേണൻ എന്നു പേര് വിളിച്ചു. എല്ലാ ഗുണങ്ങളോടു കൂടിയും ധർമ്മവതിയായും കുന്തി വളർന്നു വന്നു. യൗവനപ്രായമായപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ രാജാക്കന്മാർ ആഗ്രഹിച്ചു. കുന്തിഭോജൻ മകളുടെ സ്വയംവരം നടത്തുവാൻ തീരുമാനിച്ചു. രാജാക്കന്മാരെ എല്ലാം ക്ഷണിച്ചു വരുത്തി. സ്വയംവരവേദിയിൽ രാജാക്കന്മാർ ഇരിക്കുന്നതിൽ ഹസ്തിനാപുരിയുടെ രാജാവായ പാണ്ഡുവിനെ കണ്ടു. ഗൗരവത്തോടെയും ദ്വേഷത്തോടെയും ഇരിക്കുന്ന പാണ്ഡുവിനെ കണ്ട് കുന്തി പാണ്ഡുവിനോട് ഇഷ്ടം തോന്നി വരണമാല്യം പാണ്ഡുവിന്റെ കഴുത്തിൽ ഇടുന്നു. ഇതുകണ്ട് മറ്റു രാജാക്കന്മാർ അവരവരുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് കുന്തിഭോജൻ തന്റെ മകളുടെ വിവാഹം യഥാവിധി നടത്തി. വധൂവരന്മാരെ ഹസ്തിനാപുരിയിലേക്ക് അയച്ചു.